ഹലോ ഫ്രണ്ട്സ്, വൈറ്റ് ബോർഡ് ഷോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് എമ്പുരാൻ്റെ വിശേഷങ്ങളിലേക്കാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എമ്പുരാൻ. അതിൻ്റെ പ്രീ സെയിൽസ് ബുക്കിങ്ങും കളക്ഷനും എല്ലാം ഇതുവരെയുള്ള എല്ലാ റെക്കോർഡുകളെയും ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അതിനൂതനമായിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സൊക്കെയായിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി സ്വീകരിച്ചത്. കുറച്ച് ദിവസങ്ങളെടുത്ത് തന്നെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് റിവീൽ ചെയ്യുക, പിന്നെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ തന്നെ പോസ്റ്റേഴ്സ് പല ഡീറ്റെയിലിങ്ങോടുകൂടിയും ചേർത്ത്, ഹിഡൻ ഡീറ്റെയിൽസോടുകൂടി ചേർത്ത് റിവീൽ ചെയ്യുക തുടങ്ങിയ ഗംഭീരം പരിപാടികളാണ്. ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു 2025 തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ ക്ലീനായിട്ട് ഈ സിനിമയെ ഒരു ഡിസ്കഷൻ ടോപ്പിക്കായിട്ട് എല്ലാ പ്ലാറ്റ്ഫോമുകളിലും മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് ടീം ഗംഭീരമായിട്ടുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസൊക്കെ വന്നെങ്കിലും നമ്മളെല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും സീക്രട്ട് ആക്ടേഴ്സ് ഈ പടത്തിലുണ്ടോ, നമ്മൾ കാണാത്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് വരാനുണ്ടോ എന്നൊക്കെയുള്ള സംഭവങ്ങൾ ഈ സിനിമയിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. ആരൊക്കെ ആയിരിക്കാം ഒരു സസ്പെൻസ് ആക്ടേഴ്സായിട്ട് നമ്മളെ ഫ്രണ്ടിൽ വരുന്നത്, സസ്പെൻസ് ക്യാരക്ടേഴ്സായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ സിനിമയുടെ ആദ്യമായിട്ട് റിലീസ് ചെയ്ത പോസ്റ്റേഴ്സിൽ ഒന്നായ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അയാളുടെ ബാക്കിൽ നിന്നുള്ളൊരു ഫോട്ടോ, ആ ഫോട്ടോയിൽ ഒരു ഡ്രാഗണിൻ്റെ പടം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ആരായിരിക്കാം ആ ക്യാരക്ടർ പ്ലേ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ക്യാരക്ടർ നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഒരു വ്യാളിയുണ്ട്, ഒരു വൈറ്റ് കളർ ഷർട്ട് ഇട്ടിട്ടുണ്ട്, ഒരു ബ്രൗണിഷ് സ്കിൻ ടോണുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് ഫീൽ ചെയ്തതാണ്, ഒരു ബ്രൗണിഷ് സ്കിൻ ടോണുള്ള ഒരു മനുഷ്യനാണ്. ഞാൻ 3 ആക്ടേഴ്സിനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ റോള് പ്ലേ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എൻ്റെ പ്രതീക്ഷകൾ ഇവരിൽ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കാം ഈ റോൾ പ്ലേ ചെയ്യുന്നതെന്നുള്ളതാണ്. അതിൽ ഒരാൾ റിക് യൂണാണ്. റിക് യൂൺ ഡൈ അനദർ ഡേ എന്ന് പറഞ്ഞ സിനിമയിൽ ജെയിംസ് ബോണ്ട് PS ബ്രോസ്നൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച ആക്ടറാണ്. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലുണ്ടായിരുന്നു. അദ്ദേഹമായിരിക്കാം ഒരു ചാൻസ്. പിന്നെ ഒരു ആക്ടർ ഡോൺ ലീ ആണ്. ഡോൺ ലീ കൊറിയൻ ആക്ടറാണ്. അദ്ദേഹം ട്രെയിൻ ടു ബുസാൻ പോലുള്ള സിനിമകൾ വഴി ഫേമസ് ആയ ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ സർക്യൂട്ടുകളിലും US ഫിലിം സർക്യൂട്ടുകളിലെല്ലാം തന്നെ വളരെ എസ്റ്റാബ്ലിഷ് ആയ ആക്ടർ, അറിയപ്പെടുന്ന ഒരാളാണ്. ഇതിവർ 2 പേരിൽ എനിക്ക് കൂടുതൽ സാധ്യത റിക് യൂണിലേക്കാണ്. കാര്യം റിക് യൂണിൻ്റെ ടാലൻറ്റ് ഏജൻസിയായ ഐ ആം ഗ്ലോബൽ ടാലൻറ്റ് ആൻഡ്രിയയുടെയും റിക് യൂണിൻ്റെയും എമ്പുരാനുമായിട്ടുള്ള അസോസിയേഷൻ ട്വീറ്റ് ചെയ്യുകയും പിന്നീട് അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അവരുടെ വെബ്സൈറ്റിൽ ആ ന്യൂസ് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ അവർ ആദ്യം പറയുന്നു ഞങ്ങളുടെ ക്ലയൻസായ ആൻഡ്രിയ, റിക് ഇവർ 2 പേരും എമ്പുരാനുമായി സഹകരിക്കുകയാണ്. പിന്നീട് അവരത് ഡിലീറ്റ് ചെയ്തു. അതൊരു കാര്യം. രണ്ടാമത്തത്, ഈ സിനിമയുടെ ഷൂട്ട് നടന്ന വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള ഷൂട്ട് US നടന്നിട്ടുണ്ടായിരുന്നു. ബോസ്റ്റണിലൊരു ഷൂട്ടുണ്ടായിരുന്നു, പിന്നെ ന്യൂയോർക്കിൽ, പിന്നെ ഹഡ്സൺ ബേയിൽ അവിടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് സ്കെഡ്യൂൾ US ഉണ്ടായിരുന്നു. അത് ഒരു US ബേസ്ഡ് ആക്ടർ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാകാനുള്ള സാധ്യത വളരെ കൂട്ടുകയാണ്. ഇനി ആ ക്യാരക്ടർ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന തിരിഞ്ഞു നിൽക്കുന്ന വ്യാളിയുടെ മുഖമുള്ള ക്യാരക്ടർ, ആ വ്യാളി ശരിക്കും യക്കൂസ ഗ്യാങ് എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് അണ്ടർവേൾഡ് ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഇമേജാണത്. ഞാൻ അവരെ പറ്റിയുള്ള അവരുടെ ഫോർമേഷനെ പറ്റിയും അവരെങ്ങനത്തെ ഒരു ഗ്യാങ്ങാണ് എന്നുള്ളതിനെ പറ്റിയൊക്കെ അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാങ്ങിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു ജാപ്പനീസ് ഡിസെൻ്റ് ഉള്ള ഒരാളായിരിക്കണം. അതിന് ഏറ്റവും സാധ്യതയുള്ളതും ഈ റിക് യൂണാണ്. കുറച്ച് അത്ലറ്റിക് ആയിട്ടുള്ള, കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ പറ്റുന്നത് റിക് യൂണാണ്. അതുകൊണ്ട് റിക് യൂണിനൊരു വലിയ സാധ്യത ആ റോൾ പ്ലേ ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ ആ ഫോട്ടോ കാണുന്ന ആളുടെ സ്കിൻ ടോൺ, ഞാൻ നേരത്തെ പറഞ്ഞൊരു ബ്രൗൺ സ്കിൻ ടോണാണ്. അത് ബാക്കിൽ നിന്നുള്ള അയാളുടെ ഒരു പ്രൊഫൈൽ റിക് യൂണുമായിട്ട് മാച്ച് ആവുന്നില്ല. എന്നാൽ ഡോൺലി ആയിട്ട് മാച്ച് ആവുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഡോൺലി കുറച്ചുകൂടെ ഫ്ലെക്സ് മസിലൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. ഈ ബാക്ക് പ്രൊഫൈൽ ഡോൺലി ആയിട്ടും അധികം മാച്ച് ആവുന്നില്ല. എന്നാൽ വേറെ ആരുമായിട്ട് മാച്ച് ആവും. അപ്പോഴാണ് ഒരു ഗംഭീരമായിട്ടുള്ളൊരു ക്യാരക്ടറിനായിട്ട് എനിക്ക് വളരെ സാമ്യം തോന്നിയ ഒരു വ്യക്തിയുമായിട്ട് വളരെ സാമ്യം. അത് നമ്മൾ ബ്രേക്കിംഗ് ബാഡിലെ ഗസ് ഫ്രിങ് ആണ്. കാർണലോ എസ്പോസിറ്റോ ആണ് ആ ആക്ടറിൻ്റെ യഥാർത്ഥമുള്ള പേര്. നമുക്ക് അദ്ദേഹത്തിന് ഗസ് ഫ്രിങ് എന്ന് തന്നെ വിളിക്കാം, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ഗസ് ഫ്രിങ് വളരെ മെനസിങ് ആയിട്ടുള്ള ഒരു വില്ലൻ റോളാണ് ബ്രേക്കിംഗ് ബാഡിൽ പ്ലേ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാക്ക് പ്രൊഫൈലുമായിട്ട് പക്ക മാച്ചാണ് ഈ കാണിച്ചിരിക്കുന്ന പിന്നെ ആ ക്യാരക്ടറിൻ്റെ ബാക്ക് ഷോട്ട്. അപ്പോൾ എൻ്റെ ഒരു അസംഷൻ, റിക് യൂണും ഈ സിനിമയിലുണ്ട്, ഗസ് ഫ്രിങ്ങും ഈ സിനിമയിലുണ്ട്. മേ ബി ഒരാൾ വളരെ പവർഫുള്ളായിട്ടുള്ള ടോപ്പ് ഓഫ് ദ ലൈൻ വില്ലനാണ്, മറ്റേ ആൾ വില്ലൻ്റെ എക്സ്ട്രീംലി ലോയലായിട്ടുള്ള ഒരു എക്സ്ട്രീം സപ്പോർട്ടറാണ്.
കാരണം അങ്ങനെ വരുമ്പോഴാണല്ലോ ഒരു 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 ഫൈറ്റ് സീക്വൻസ്, ഒരു ക്യാരക്ടർ സീക്വൻസ് ബിൽഡ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ ഇപ്പുറ സൈഡിൽ ലാലേട്ടനും പൃഥ്വിരാജും ഉണ്ട്. അപ്പോൾ അപ്പുറ സൈഡിൽ അതേ പ്ലാറ്റ്ഫോമിലുള്ള രണ്ട് പേരെ സൃഷ്ടിക്കുക, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ക്യാരക്ടർ, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ലോയലായിട്ടുള്ള വേറൊരു ക്യാരക്ടർ. അപ്പോഴത്തേക്കും സ്ക്രീൻ പ്ലേക്ക് ഒരു 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 പഞ്ചും ഒരു രസമൊക്കെ വരുന്നത്. അപ്പോൾ എൻ്റെ അസംഷൻ ഗസ് ഫ്രിങ്ങിൻ്റെ ക്യാരക്ടർ പിന്നെ എസ്പോസിറ്റോ ഈ സിനിമയിലുണ്ട്, റക്യൂൺ ഈ സിനിമയിലുണ്ട്. ഇവർ രണ്ടുപേരും യക്കൂസയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഹൗ യക്കൂസ ഈസ് ഗോയിങ് ടു കണക്റ്റഡ് വിത്ത് ഖുറേഷി അബ്രഹാം, അത് വേറൊരു ലെവൽ സംഭവമായിരിക്കും. കാര്യം അതിന് ഈ ഇൻ്റർനാഷണലി തന്നെ ഈ ഗോൾഡിൻ്റെ സ്മഗ്ലിങ്ങും മറ്റുമൊക്കെ ആയിട്ട് യക്കൂസയ്ക്ക് ഒരുപാട് വലിയ റോളുകളൊക്കെ ഉള്ളൊരു ഗ്യാങ്ങാണ്. ഞാൻ അതിൻ്റെ സ്റ്റോറിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര നീളമാണ്. ബ്ലഡ് ഡയമണ്ട്, ആഫ്രിക്കയിൽ നിന്നും ഡയമണ്ട്സൊക്കെ മിഡിൽ ഈസ്റ്റിലോട്ട് കൊണ്ടുവരുന്നത്, മിഡിൽ ഈസ്റ്റിൽ നിന്നും ബാക്കി സൗത്ത് ഏഷ്യയിലോട്ടൊക്കെ പോകുന്നതൊക്കെ, അതിനൊക്കെ യക്യൂസയുടെയൊക്കെ ഒരു പങ്ക് ഭയങ്കര വലുതാണ്. സോ ഒരു ലാർജ് സ്കെയിൽ നക്സസ് ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യുന്നുണ്ടാവാം. ആ പ്ലേ ചെയ്യുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് ആയിരിക്കാം ഈ ഗസ് ഫ്രിങ്ങും റക്യൂണും. പിന്നെ ഈ ക്യാരക്ടേഴ്സിനെ എന്തുകൊണ്ട് റിവീൽ ചെയ്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ ഭയങ്കര റീച്ചുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കാം. എനിക്ക് റക്യൂണിൻ്റെ കാര്യം എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. പക്ഷേ ഗസ് ഫ്രിങ് എന്തായാലും ബ്രേക്കിംഗ് ബാഡ് ഫാൻസിൻ്റെയൊക്കെ സൂപ്പർ ലൈക്കബിലിറ്റി ഉള്ള ഒരു ആക്ടറാണ്. കാരണം ഭയങ്കര മെനസിങ് ആണ്. പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ പുള്ളി തോക്കൊന്നും എടുത്ത് വെടിവയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ചുമ്മാ ഒന്ന് നോക്കി ആ കണ്ണ് വെച്ച് രണ്ട് ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടുന്ന ഒരു വില്ലനാണ്. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് വേൾഡിനകത്ത് പുള്ളി ഉണ്ടായിരുന്നു. എമ്പുരാൻ്റെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഗസ് ഫ്രിങ്ങിനെ അവിടുത്തെ സെറ്റുകളിൽ കണ്ടു എന്ന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റുകളും ചിലത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇവർ രണ്ടുപേരും, റക്യൂണിൻ്റെയും ഗസ് ഫ്രിങ്ങിൻ്റെയും, റക്യൂണിൻ്റെ വിക്കിപീഡിയ പേജിൽ എമ്പുരാൻ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ടീംസ് പോയി അപ്ഡേറ്റ് ആക്കിയാണെന്ന് അറിയത്തില്ല. വിക്കിപീഡിയ നമുക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിക്കിപീഡിയയിൽ യക്കൂസ ഗാങ് ഹെഡ് എന്നുള്ള റോളിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫിലിമോഗ്രാഫിക്കകത്ത് നോക്കിയാൽ അത് മനസ്സിലാവും. അപ്പോൾ തെറ്റായിട്ടാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് അപ്ഡേറ്റ് ചെയ്യുകയോ ചേഞ്ച് ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ PR ടീമും അവരൊക്കെ ഇതൊക്കെ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ആ രണ്ട് ക്യാരക്ടേഴ്സ് ഏതാണ്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാർ ഇവർ രണ്ടുപേരുമാണ്. ഇവർക്ക് നമ്മളുടെ ആദ്യമേ റിവീൽ ചെയ്യുമ്പോഴത്തേക്കും ഇവരുള്ളത് കൊണ്ട് സിനിമയ്ക്ക് ഭയങ്കര ഒരു പോപ്പുലാരിറ്റി വരാൻ പോകുന്നില്ല നമുക്കിടയിൽ. പക്ഷേ എന്നാൽ സർപ്രൈസായിട്ട് ഇവരെ കാണുമ്പോഴുള്ളൊരു ഇമ്പാക്റ്റും ഭയങ്കരമായിരിക്കും. ഇതാണ് എനിക്ക് ഇതിന് രണ്ടിലുള്ള അസംഷൻ. പക്ഷേ ഇത് റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അവരും അവരുടെ ഇൻസ്റ്റഗ്രാം ചാനൽസോ മറ്റോ വഴിയൊക്കെ പ്രൊമോട്ട് ചെയ്തിരിക്കും. അത് അവരുടെ ഡിപ്പെൻഡിങ് അപ്പോൺ വാട്ട് ഡീൽ ദേ ഹാവ് സൈൻഡ്, ലൈക്ക് പ്രൊമോഷൻ പാർട്ടിൽ ഇൻവോൾവ് ആവോ ഇല്ലയോ എന്നുള്ള ഡീലിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അവരുടെ റെന്യൂമറേഷനും മറ്റു കാര്യങ്ങളും എല്ലാം ആ ഒരു സ്കെയിലിനെ ഡിപ്പെൻഡ് ചെയ്യിക്കണം. എന്തുമാത്രം ഇൻവോൾവ്മെൻറ്റ് വേണം, ജസ്റ്റ് ആക്ടിങ് ആണോ, പ്രൊമോഷൻ ഇൻക്ലൂഡഡ് ആണോ, അങ്ങനെയുള്ള ഒരുപാട് എൻഡോഴ്സ്മെൻറ്റ്സ് ഉണ്ടോ, അങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സിനെ ചേർത്തിട്ടാണ് പലപ്പോഴും സിനിമയ്ക്ക് ഹോളിവുഡിൽ ഈ ഡീൽസൊക്കെ സൈൻ ചെയ്യുന്നത്. ഇനി വേറൊരു വലിയ സർപ്രൈസ് ക്യാരക്ടറാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഏറ്റവും നമുക്കെല്ലാം വളരെ ഹൈപ്പ് കൂട്ടുന്ന ഒരു സർപ്രൈസ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഈ സിനിമയിലുണ്ടോ എന്നുള്ളതാണ്. മമ്മൂക്ക ഈ സിനിമയിൽ റോൾ ചെയ്തിട്ടുണ്ടോ, പിന്നെ തേർഡ് പാർട്ടിലോട്ട് ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് വരുമോ എന്നൊക്കെയുള്ള ഒരു ഡിബേറ്റ് വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റി എൻ്റെ ഒരു ടേക്ക് എന്തുവാണെന്ന് പറഞ്ഞാൽ, ഈ ലൂസിഫർ എന്ന സിനിമയെ പിന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ ഈ അടുത്ത് ഷൂട്ടിംഗ് ആണെന്ന് ഇപ്പോൾ പിന്നെ എൻ്റെ ഒരു ലാസ്റ്റ് സ്കെഡ്യൂളിൽ നിൽക്കുന്ന ഒരു പടമാണ് മഹേഷ് നാരായണൻ്റെ, മോഹൻലാൽ, മമ്മൂട്ടി, നയൻതാര തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമ. ഈ സിനിമ വളരെ പെട്ടെന്ന് അനൗൺസ് ചെയ്യുമായിരുന്നു. അതായത് ഓക്കെ പെട്ടെന്ന് ഈ പടം വരുന്നു, മമ്മൂക്കയും മോഹൻലാലും ഒരുമിച്ച് വരുന്നു, അവരഭിനയിക്കുന്നു. അത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കേണ്ടതല്ല. അതും ഈ ഇങ്ങനത്തെ പ്രോജക്റ്റൊക്കെ സാധാരണ ഹൈപ്പ് ബിൽഡ് ചെയ്ത് മഹേഷ് നാരായണൻ വരുന്നു, മഹേഷ് നാരായണൻ ഡയറക്റ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞതിന് ശേഷമാണ് മമ്മൂക്കയും മോഹൻലാൽ ഈ സിനിമയിൽ ഒരുമിച്ച് വരുന്നു എന്നുള്ള ഒരു ഇതൊക്കെ വരുന്നത്. ഇത് വളരെ പെട്ടെന്ന് ഈ സിനിമ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. സാധാരണഗതിയിൽ അങ്ങനെയുള്ള അസോസിയേഷൻസ് നടക്കുന്നത് ഒരു എന്താ പറയുക, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഷേക്ക് പോലെ ആയിരിക്കും. ഓക്കെ, ഞാൻ ഈ സിനിമയിൽ റോൾ ചെയ്യുന്നു, ഞാൻ ഈ സിനിമയിൽ റോൾ ചെയ്യുന്നു, സോ വി ആർ ലൈക്ക് കൈൻഡ് ഓഫ് ഹെൽപ്പിംഗ് ഈച്ച് അതർ എന്നുള്ള രീതിക്ക്. ഒരു ഹെൽപ്പ് എന്നുള്ളതിൻ്റെ റൈറ്റ് വേർഡല്ല, ബട്ട് വി ആർ അസോസിയേറ്റിംഗ് വിത്ത് ഈച്ച് അതർ എന്നുള്ള രീതിക്കാണ്. ആ ഒരു ആംഗിളിൽ പിന്നെ
ഇതൊരു വലിയ പ്രോസ്പെക്റ്റായിട്ട് എനിക്ക് കാണുന്നത്. കാരണം പെട്ടെന്ന് ആ സിനിമ നടക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി ലൂസിഫറുമായിട്ടുള്ളൊരു അസോസിയേഷൻ, ഈ ലൂസിഫർ എന്നാണ് വരുന്നത്, എമ്പുരാനുമായിട്ടുള്ള അസോസിയേഷൻ വളരെ പോസിബിളാണ്. ഇനി എമ്പുരാനുമായിട്ടുള്ള അസോസിയേഷൻ പോസിബിൾ ആവാൻ വേറെ 2-3 റീസൺസുകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ, ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി സ്റ്റാർ സിനിമകൾ, ഇപ്പോൾ ഷാറൂഖ് ഖാൻ, സൽമാൻ ഖാൻ, യഷ് രാജിൻ്റെ സിനിമകളിൽ വരുന്നു. ബാക്കിയുള്ള ഇൻഡസ്ട്രിയിൽ അതുപോലെ വലിയ സ്റ്റാർസ് ഒരുമിച്ച് വന്ന് പടങ്ങൾ ചെയ്യുന്നു. അവർ ഒരു മൾട്ടി സ്റ്റാർ അപ്രോച്ചിലേക്ക് വരുന്നു. കാര്യം വേറെ ഒന്നുമല്ല, അങ്ങനെ വരുമ്പോഴത്തേക്കും ആ സിനിമയുടെ കൊമേഴ്ഷ്യൽ വാല്യൂ ഒരു ഡബിൾ എഫക്റ്റായിട്ട് അങ്ങ് കൂടും. അതാണ് കാര്യം. മലയാളത്തിൽ മമ്മൂക്കയും ലാലേട്ടനും ഒരു ഫുൾ റോൾ അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് റോളുകൾ വന്നിട്ട് അവസാനം വന്നത് എനിക്ക് തോന്നുന്നു 2020 ആണെന്ന് അതുകൊണ്ട് കുറച്ച് നാളായി. എമ്പുരാൻ പോലൊരു സിനിമ അല്ലാതെ അത്തരം ഒരു ലോഞ്ച് വീണ്ടും നടത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പവർ എന്താണെന്ന് കാണിക്കാൻ വേറൊരു സിനിമയ്ക്കും സാധിക്കുകയില്ല. കാരണം ഇത്രയും വലിയ സ്കെയിലിൽ വരുന്നൊരു പടം, ഇത്രയും വലിയ ബഡ്ജറ്റിൽ വരുന്നൊരു പടം, ഈ ഒരു പാൻ ഇന്ത്യ രീതിയിൽ പ്രൊമോഷൻ നടക്കുന്നു. അപ്പോൾ ആ എലമെൻറ്റിലേക്ക് മമ്മൂക്ക ആഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു എന്താ പറയുക, ഓക്കെ, ഇവരുടെ അസോസിയേഷൻ ഒരു വേറെ ലെവലിലേക്ക് പോകുന്നത്. കാരണം ചുമ്മാ ഒരു പടം തുടങ്ങുന്നു എന്നുള്ളതിനുപരി ഈ ക്യാരക്ടർ വരുമ്പോഴത്തേക്കും, ഈ ക്യാരക്ടേഴ്സ് തമ്മിൽ എങ്ങനെ ജോയിൻ ചെയ്യുന്നൊരു ഹൈപ്പ് വരുമ്പോഴത്തേക്കും അതൊരു ഒരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ടേക്ക് ആയിരിക്കും. അത് എങ്ങനെ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു, ആ ക്യാരക്ടറിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ PK രാമദാസ് എടുത്തു വളർത്തുന്ന സ്റ്റീഫൻ എങ്ങനെ അബ്രാം ഖുറേഷി ആവുന്നു എന്നുള്ള ആ ക്യാരക്ടർ ജേണിയിൽ എവിടെയോ ഒരു ക്യാരക്ടറായി മമ്മൂക്ക വരാം എന്നുള്ള രീതിയാണ്. പൃഥ്വിരാജിൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക ഈ സിനിമയിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, ഇത് ലാലേട്ടൻ സിനിമയാണ്, ഈ പാർട്ടിലില്ല എന്നുള്ള പുള്ളി ഒരു പോസ് എടുത്താണ് പറഞ്ഞത്. അങ്ങനെ പറയുമ്പോൾ സാധാരണ ഒരു ഇതെന്ന് വെച്ചാൽ, ഓക്കെ, നെക്സ്റ്റ് തേർഡ് പാർട്ടിലോട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അതൊരു ലീഡ് ക്യാരക്ടറാണ്. തേർഡ് പാർട്ടിലോട്ട് പോകുന്നതിന് ലീഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരിക്കാം എന്ന് തോന്നുന്നു. പ്രമുഖ വില്ലൻ വേഷത്തിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മോസ്റ്റ് പ്രോബബിളി ഈ എമ്പുരാൻ്റെ ജേണിയിൽ, ഈ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ ജേണിയിൽ എവിടെയോ ഉള്ള ഒരാളായി വരാനാണ് സാധ്യത വളരെ വളരെ കൂടുതൽ. കാരണം അതിന് ഈ പറഞ്ഞ റീസൺസ് കൂടി വരുന്നത്. വേറൊരു കൊമേഴ്ഷ്യൽ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ, മമ്മൂക്കയെ ആഡ് ചെയ്ത് ഈ സിനിമയ്ക്ക് ഹൈപ്പ് കൂട്ടേണ്ട ഒരു റീസൺ ഇപ്പം നിലവിലില്ല. കാര്യം മമ്മൂക്ക ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ സിനിമയിലെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഹൈപ്പാണ്. ഇത്രയും ഹൈപ്പ് ഞാൻ ഒരു പടത്തിനും കണ്ടിട്ടില്ല. അപ്പോൾ കറൻ്റ്ലി അങ്ങനെ ഒരു ഹൈപ്പിൻ്റെ ആവശ്യമില്ല. കാരണം മമ്മൂക്ക ഉണ്ട് എന്ന് പറയേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ വാനോളം ഹൈപ്പാണ് ഈ പടത്തിന്. പക്ഷേ ഒരു 2 വീക്സ് റൺ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫസ്റ്റ് ഫാൻസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കണ്ടു കഴിയും. പിന്നെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് വാച്ച്, വീണ്ടും ഒരു സസ്റ്റൈനബിലിറ്റി ഒരു ഫാക്ടർ വരുന്നത്, ലോഞ്ചിറ്റിവിറ്റി ഉണ്ട് പടത്തിൻ്റെ. വീണ്ടും തിയേറ്ററിക്കൽ ലോഞ്ചിറ്റിവിറ്റി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടൈമിൽ ഈ ഫാക്ടറി പിന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ മമ്മൂക്കയുടെ ക്യാരക്ടർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം പടം വരുന്നു, ഓക്കെ, മമ്മൂക്കയുടെ ഉണ്ട് എന്നുള്ള രീതിയിൽ പിന്നീട് അത് ഒരു സ്പ്രെഡ് ഔട്ട് ന്യൂസായിട്ട് വരുമ്പോഴത്തേക്കും ആൾക്കാർ കൂടുതൽ സിനിമ കാണാൻ വരികയും ഒരു ലോങ് റിപ്പീറ്റ് വാച്ചിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതാണ് എൻ്റെ അസംഷൻ. ഈ യക്കൂസ ഗ്യാങ്ങിൻ്റെയും ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ എല്ലാം തന്നെ ഷൂട്ടിംഗ് എവിടെ വെച്ച് നടന്നിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ മിഡിൽ ഈസ്റ്റ് പോലത്തെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചായിരിക്കാം ഇതിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻസിന്. എനിക്ക് US അല്ലാതെ വേറെ ലൊക്കേഷൻസ് ഒന്നും തന്നെ വലിയ പിടുത്തമല്ല. പക്ഷേ ഇറാഖിൻ്റെ വാറൊക്കെ ഇതിൻ്റെ അകത്ത് എലമെൻ്റായി വരുന്നതുകൊണ്ട് തന്നെ ജോർദാൻ, അസർബൈജാൻ അവിടെ എവിടെയെങ്കിലുമൊക്കെ നടന്ന ഷൂട്ടിംഗ് ലൊക്കേഷൻസൊക്കെ ആയിട്ടായിരിക്കാം ഇത് വരുന്നത്. നമുക്കിടെ ക്യാരക്ടർ ഉണ്ടെങ്കിൽ അപ്പോൾ ഇല്ലാതെ ഇരിക്കാം കംപ്ലീറ്റ്ലി. ഞാൻ പറഞ്ഞ എൻ്റെ തിങ് റോങ് ആയിരിക്കാം. ഈ പറഞ്ഞ ആൾക്കാർ ഒന്നും തന്നെ സിനിമയിൽ ഇല്ലാതിരിക്കാം. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടാവുമെന്നാണ്. ഫഹദിനെ ഞാൻ സിനിമയിൽ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം ഫഹദ് ഓൾറെഡി ഒരു വില്ലൻ വേഷം ചെയ്തതാണ് പുഷ്പയിൽ, അല്ലെങ്കിൽ അതിന് സമാനമായ ക്യാരക്ടർ സ്വഭാവമുള്ള ഒരു ക്യാരക്ടർ ചെയ്തതാണ്. അപ്പം അത് വീണ്ടും ഇതിൽ ചെയ്യുമ്പോഴത്തേക്ക് അതിനൊരു റെപ്പറ്റീഷൻ ആയിപ്പോവും. അതൊരു അൾട്ടിമേറ്റ് മെനസിങ് ആയിട്ടുള്ളൊരു വില്ലനെ കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും ഉദ്ദേശം. അപ്പോൾ അതിന് ബെസ്റ്റ് ഈ ഒരു ആംഗിൾ തന്നെ ആയിരിക്കാം. എന്തായാലും സിനിമയ്ക്കുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ടിക്കറ്റ് ഞാനും എടുത്തിട്ടുണ്ട്. തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണാം, ഫസ്റ്റ് ഡേ തന്നെ റിവ്യൂ ഇടാം. അപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ, നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എല്ലാം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.